എനിക്കൊരു മൂഡില്ലാത്ത ദിവസമാണ് കേട്ടോ. ചില ദിവസം അങ്ങനെയാണല്ലോ, എടുത്താലും തീരാത്ത പണിയായിരിക്കും. പണി എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ എടുത്താലും തീരത്തില്ല. ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു കേട്ടെന്ന്. അപ്പം ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കോഴി പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ്. ഇതിന് കക്കുന്നാണോ നിങ്ങളവിടെ പറയാനറിയില്ല, പക്ഷേ ഞങ്ങളവിടെ കക്കുന്നാണ് പറയുക. ഈ കക്ക് നന്നാക്കുന്നതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി. അതിൻ്റെ ആ സംഭവം പൊട്ടാതെ വൃത്തിയാക്കിയാലേ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര അറപ്പാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീനും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് മസാലാസൊക്കെ തേച്ചിട്ട് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. തുമ്പിമോൾക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കറി വെക്കുന്നതിനേക്കാളും ഇഷ്ടമാണ്. അങ്കലാടി പോകുമ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോഴിപ്പാട്സിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കക്കിന് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് കുക്കറിലാകുമ്പോൾ 2-3 വിസിലടിച്ച് നമ്മുടെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ മസാല തയ്യാറാക്കി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അടുപ്പിൽ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടികളും കൂടെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ഇന്ന് കുറച്ച് ലാഗായിരുന്നു. അപ്പോൾ ഏകദേശം 12-1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുന്ന ഈ ചെമ്മീനിലോട്ട് ഒരു ഉള്ളി കൂടെ കട്ട് ചെയ്തിട്ടാണല്ലോ എൻ്റെ സാറേ, അടിപൊളി ടേസ്റ്റാണ്. പച്ച ചോറും ഈ ചെമ്മീനും മാത്രം മതി വയറ് നിറയെ ചോറിന്. അപ്പോഴേക്കും നമ്മുടെ കോഴിപ്പാട്സ് ഇവിടെ വിസിലൊക്കെ വന്നിട്ട് ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലാസ് തയ്യാറാക്കാം. ഞാൻ അതേ സെയിം കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ കുക്കറിൽ തന്നെയാണ് പരിപാടി നോക്കാം. അതാകുമ്പോൾ പാത്രം കഴുകാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലോട്ട് ഓയിൽ വെച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മസാലാസ് തന്നെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ടുകൊണ്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കോഴിപ്പാട്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കുക. പച്ചക്കറിയിൽ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കോഴിമുട്ട ഞങ്ങൾ മറന്നു വരുത്തിട്ടാണ്. ഞാൻ ഏകദേശം മറന്നതായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക. എനിക്ക് കുറച്ച് ഇളക്കൽ കൂടുതലാണ്, അതുകൊണ്ട് എൻ്റെ പോലെ ഇളക്കണ്ട. ഇതൊന്ന് വേവാനുള്ള ടൈം കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട നന്നാകെ പൊട്ടി ആകെ പണി പാളുന്നതായിരിക്കും. ഭാഗ്യത്തിന് എൻ്റെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് വെച്ചിട്ട് എണീറ്റാൽ പിന്നെ എൻ്റെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഫുഡെല്ലാം എടുത്തിട്ട് ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ്, വാ തുറക്കത്തില്ല. ഇനി ഞാൻ അവനും തമ്മിലൊരു മല്ല യുദ്ധം നടക്കും.